ഹായ്, നമസ്കാരം. അപ്പോൾ ഇന്ന് സുൽത്താൻ ബത്തേരി ചുങ്കത്താണുള്ളത്. സുൽത്താൻ ബത്തേരി പൊതുവെ നല്ല വൃത്തിയായി കൊണ്ടു നടക്കുന്ന നഗരമാണെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് മഴയുടെ പ്രശ്നങ്ങളും അതേപോലെ പൈപ്പ് ലൈൻ ഇടുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അതൊന്നും പറയാനല്ല ഇപ്പോൾ ഇന്ന് വന്നത്. ഇന്ന് കണ്ട ഒരുപാട് പഴക്കമുള്ള ഒരു മരം ശരിക്കും ഉണങ്ങി നിൽക്കുകയാണ്. ശരിക്കും അപകട ഭീഷണിയിൽ തന്നെയാണ്. കാരണം ഒരുപാട് ആളുകൾ ഇതിൽ യാത്ര ചെയ്യുന്നതും നടക്കുന്നതും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. 1-2 ന്യൂസ് ചാനലിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ആരുടെയും ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല. എന്തായാലും വലിയ ഒരു അപകട ഭീഷണിയാണ് നിൽക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഉണങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ അതൊന്നും ചെയ്യാനും മാർഗ്ഗമില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ചുങ്കത്ത് ഭാഗത്ത് കൂടെ പോകുന്നവരും വണ്ടി പാർക്ക് ചെയ്യുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇത് കണ്ടോ, അതുപോലെ തന്നെ ഈ ഫുട്പാത്ത് കച്ചവടക്കാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ശരിക്കും ഭീഷണി തന്നെയാണ്. ഇത് എത്ര കാലമൊക്കെ ഉണങ്ങി നിൽക്കുന്നത്? 1 വർഷം അടുപ്പിച്ചായി. അതിനുശേഷം ഇപ്പൊ അടുത്തങ്ങനെ പൊട്ടി വീണു. കഴിഞ്ഞ ആഴ്ച ആർക്കെങ്കിലും അപകടം പറ്റിയത്? ഇല്ല, ജസ്റ്റ് മിസ്സായി. എല്ലാവരും ഞാൻ പറയാറുണ്ട്, വണ്ടി നിർത്തുമ്പോ ഒന്ന് പറയൂട്ടോ നിങ്ങളാണെങ്കിലും. എനിക്ക് മരം പൊട്ടി വീഴുമ്പോണ്ടായിരുന്നു അല്ലേ? ഒരാഴ്ച മുന്നേ വലിയൊരു കൊമ്പാണ് പൊട്ടി വീണത്. ജസ്റ്റ് എല്ലാവരും കഴിച്ചിലായതാണ്. ഒരു വണ്ടിക്കാരന്, 2 വണ്ടിക്കാരന്, പിന്നെ ഇവിടുന്ന് കുറേ പിള്ളേർ ട്യൂഷൻ കഴിഞ്ഞ് പോകണ്ടായിരുന്നു. അതുകൊണ്ട് അവരൊക്കെ ജസ്റ്റ് കഴിച്ചിലായതാണ്. വലിയൊരു കൊമ്പ് പറഞ്ഞാൽ അതിൻ്റെ വലിയ കൊമ്പിൻ്റെ കഷ്ണം താഴത്ത് കിടക്കുന്നുണ്ട്, ഇപ്പോഴും കിടക്കുന്നുണ്ട്. ആ പൊട്ടി വീണതിൻ്റെ ബാലൻസ് ബാക്കി എല്ലാവരും ഓരോരുത്തർ കത്തിക്ക് അടുത്ത് കൊണ്ടുപോയിട്ടുണ്ടാവും. ബാക്കി അത് അവിടെ കിടക്കുന്നുണ്ട്. ശരിക്കും വലിയൊരു അപകടം തന്നെയാണ്. പിന്നെ വലിയൊരു അപകടമാണ്. അത് അധികാരികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് നടപടി എടുക്കുക. അപ്പോൾ എന്തായാലും വണ്ടി പാർക്ക് ചെയ്യുന്നവരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതേപോലെ നടക്കുമ്പോഴും ഒന്ന് ശ്രദ്ധ വേണം. അപ്പോൾ ഇതിൻ്റെ അധികൃതരിലേക്ക് ഇത് എത്തുകയാണെങ്കിൽ ഇത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.